ഗുഡ് ഈവനിങ്. ഇന്ന് വൈകുന്നേരമാണ് വീഡിയോ എടുക്കുന്നത്. കുറേ ദിവസങ്ങളായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ലല്ലോ. അപ്പോൾ നല്ല മഴയാണ് ഇവിടെ. ഇപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു ഒരു മുളക് വറുത്തപ്പുളി ഉണ്ടാക്കാമെന്ന്. മുളക് വറുത്തപ്പുളി ഞങ്ങൾ പാലക്കാടുകാരുടെ ഒരു മെയിൻ കറിയാണ്. അത് പാലക്കാടിൻ്റെ പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് ഉണ്ടാക്കാറ്. ഞാൻ സിമ്പിളായിട്ടാണ് ഉണ്ടാക്കുന്നത്, എളുപ്പമാണ് ഉണ്ടാക്കാൻ. ഇവിടെ മുളക് വറുത്തപ്പുളി രസമൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഗ്യാസ് ഓൺ ചെയ്ത ശേഷം ചട്ടി വയ്ക്കുക. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ നല്ല ചൂടായി വരുമ്പോൾ കടുക് പൊട്ടിക്കുക, ലേശം ഉലുവ ഇടുക. നന്നായി പൊട്ടി വരുമ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടണം. അതിനുശേഷം അതിലേക്ക് ഉണക്കമുളകും ചെറിയുള്ളി നന്നായി ചതച്ചിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. ഒരു ബ്രൗൺ നിറമാവുന്നത് വരെ നമ്മൾ വഴറ്റി കൊടുക്കണം. അപ്പോൾ അതൊന്ന് ബ്രൗൺ നിറമാവുന്നവരെ വഴറ്റിക്കൊണ്ടേയിരിക്കുക, അല്ലെങ്കിൽ അത് അടി പിടിക്കും. അപ്പോൾ ബുദ്ധിമുട്ടാണ്. പിന്നെ പുളി പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. നമുക്ക് എത്ര ആവശ്യമുണ്ടോ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ചേർത്തിട്ടുണ്ട്. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർക്കുക. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ടത് തിളയ്ക്കുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. നന്നായി തിള വരുന്ന ടൈമിൽ കുറച്ച് വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുക. ഈ വെളുത്തുള്ളി ചേർത്ത് നന്നായി തിള വരണം കേട്ടോ. ആ വെളുത്തുള്ളിയുടെ മണം പുളി വെള്ളത്തിലേക്ക് നല്ല ഇതായി നമുക്കതിനൊരു പ്രത്യേക മണം വരും. അതുവരെ കറി നമ്മൾ നന്നായിട്ട് തിളപ്പിക്കണം. എത്ര തിളയ്ക്കുന്നോ അത്രയും ആ വെളുത്തുള്ളിയുടെ ആ ഒരു ടേസ്റ്റ് മൊത്തം നമുക്ക് അതിലേക്ക് കറിയിലേക്ക് ആവും. നന്നായി തിള വന്ന് തുടങ്ങി. ഇനി ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ നമ്മുടെ മുളക് വറുത്ത പുളി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ ഇതിന് മുളക് വറുത്ത പുളി എന്നാണ് പറയുക. നിങ്ങളുടെ നാടുകളിൽ ഇങ്ങനെ ഒരു കറി ഉണ്ടോ, എന്താണ് അതിന് പറയുക എന്നൊക്കെ പറയുക. എൻ്റെ പാലക്കാടൻ ഏരിയയിൽ മുളക് വറുത്ത പുളി. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്